കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മളിങ്ങനെ പർച്ചേസ് നടക്കുക, ഓരോ കടകൾ കയറി ഇറങ്ങി ഇങ്ങനെ നടക്കാം. ഒരു ഗ്ലാസ് വെള്ളം ഫ്രീ ഉണ്ടെങ്കിൽ അവിടെ ഓടും. 2 ദിവസം മുമ്പ് ഏതോ കടയുടെ ഉദ്ഘാടനത്തിന് ഒരു ഷൂ 1 രൂപയ്ക്ക് ഒരു ഷൂ കിട്ടുമെന്ന് വെക്കുമ്പോൾ ലാത്തി ചാർജ് നടത്തേണ്ട അവസ്ഥ. കാസർഗോഡ് ഒരു പുതിയ ഷോപ്പ് ഉദ്ഘാടനം ചെയ്യുമ്പോൾ പടച്ചവനെ ആലോചിക്കുക, എന്താ അവസ്ഥ. നീ അടുത്ത് ഒരു കട ഉദ്ഘാടനത്തിന്റെ കാര്യം ഞാൻ പറയണില്ല. അപ്പൊ നമ്മുടെ ചിന്ത ഇതാ, റമദാനിൽ ഇങ്ങനെ കയറി ഇറങ്ങി പെരുന്നാളിന്റെ വസ്ത്രം വാങ്ങാനും, നമ്മൾ അതൊക്കെ ഒരു വൈകുന്നേരം ആകുമ്പോൾ ഇങ്ങനെ പുറത്തിറങ്ങി ഇഫ്താറും സംഗമങ്ങളും ഇങ്ങനെ പരിപാടികളൊക്കെ നടത്തുമ്പോൾ പ്രിയപ്പെട്ട ഭർത്താവ് പ്രവാസ ലോകത്ത് കിടന്ന് കഷ്ടപ്പെടുന്ന ആ പാവപ്പെട്ടവന്റെ സങ്കടം എനിക്കൊന്നേ എൻ്റെ സഹോദരിമാരോട് പറയാനുള്ളൂ. എൻ്റെ സഹോദരിമാരോട് എനിക്ക് പറയാനുള്ളത്, നിന്റെ ഭർത്താവിന്റെ രക്തം വിയർപ്പാക്കി ആ പാവപ്പെട്ടവന്റെ രക്തത്തിൽ ആ രക്തം വിയർപ്പാക്കി അധ്വാനിക്കുന്ന ആ ഓരോ രൂപയും അതിന്റെ വില നിങ്ങൾക്ക് അറിയണം, നിങ്ങൾ മനസ്സിലാക്കണം. അത് എങ്ങനെ ഉണ്ടാക്കിയെന്ന് നിങ്ങൾക്കറിയില്ല. ആ ജീവിതത്തിൽ വിലപ്പെട്ട സമയം പാഴാക്കി കളയാതെ 1 മിനിറ്റെങ്കിലും അൽഹംദുലില്ലാഹ് പ്രയോജനമുള്ളതാക്കണം. അല്ലാഹുവിന്റെ മുമ്പിൽ ഏറ്റുപറയാൻ അല്ലാഹു നമുക്ക്